ഹലോ ഗൈസ്, കുറേ കാലങ്ങൾക്ക് ശേഷമായിട്ടോ ഞാൻ ഓൺ വോയിസ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ വെടിക്കെട്ടിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ ജില്ലയിൽ നടന്ന പാവർട്ടി പള്ളി പെരുന്നാളിൻ്റെ 8-ാം എന്ന് പറയും ആഘോഷിക്കുന്നത്. അതിൻ്റെ വെടിക്കെട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ലേറ്റായിപ്പോയി പോസ്റ്റ് ചെയ്യാനായിട്ട്. ഒത്തിരി ജോലി തിരക്ക് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ ഫാമിലി മക്കൾ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് ഫ്രീ ടൈമിലാണല്ലോ വന്നത്. അപ്പോൾ എൻ്റെ ഓൺ വോയിസിൽ ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ തരണേ. പിന്നെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ എൻ്റെ ഷോർട്ടൊക്കെയാണ് കൂടുതൽ ഇടാറ്. നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് ഫുൾ ടൈമും. നമുക്കിങ്ങനെ അതിനെ പുറത്ത് പോകാനുള്ള ഒരു ഇതൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. പിന്നെ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയി മക്കളെയും കൊണ്ട് സന്തോഷമായിട്ട് വെടിക്കെട്ട് കാണാനൊക്കെ സാധിച്ചു. ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ടോ പാവർട്ടി പള്ളിയിൽ വെടിക്കെട്ടിന് അനുമതി കിട്ടിയത്. 2025 കുറേ നാൾക്ക് ശേഷം നമ്മൾ എന്താ പറയുക ആഘോഷിച്ചത്. അടിപൊളി വെടിക്കെട്ട് തന്നെയായിരുന്നു പെരുന്നാളിന്. 2 ദിവസങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 8-ാം പെരുന്നാളെന്ന് പറയുന്നത്. ആ ഒരു പെരുന്നാളിൻ്റെ ആഘോഷത്തിൽ നടന്ന വെടിക്കെട്ടായിരുന്നു. ഒരു 7:45 നേരത്താണ് നമ്മളത് രാത്രിയിൽ അവർ പൊട്ടിച്ചത്. പള്ളി കമ്മിറ്റിക്കാർ പൊട്ടിച്ചത്. അത് മനോഹരമായ വെടിക്കെട്ട് തന്നെ ആയിരുന്നു. നമുക്ക് ഇത്രയും ലോങ്ങിൽ നിന്നാണ് സൈറ്റ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജനങ്ങൾ തന്നെയായിരുന്നു. ഇങ്ങനെ കാണികൾക്ക് കാണാനുള്ള സൗകര്യം കുറച്ച് കുറവാണ്. അവിടെ നിറച്ച് കടകൾ, അതിനുള്ള സ്പേസ് കുറച്ച് കുറവാണ്. എന്നാലും ഉള്ളവർക്ക് എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ഒത്തിരി ജനങ്ങളായിരുന്നു. റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് ജനങ്ങൾ പള്ളിയുടെ സെക്രട്ടേരിയിലൊക്കെ നിന്ന് ഒത്തിരി പേര്. പള്ളി കോമ്പൗണ്ടിലാണ് കടക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ജനങ്ങൾ തന്നെ ആയിരുന്നു അവിടെയാണ് പള്ളി കോമ്പൗണ്ടിലാണ് പൊട്ടിയത്. കണ്ടവർക്കറിയാം, പോയവർക്കറിയാം. നിങ്ങളെല്ലാവരും കമൻ്റ് ഇടണം. ഇവിടെയാണെങ്കിൽ ഞാൻ അതിൻ്റെ പരമാവധി നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല രീതിയിൽ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാവാൻ നിങ്ങൾ കൂടെ കൂടണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഓൺ വോയിസ് ഒത്തിരി നാളെ ശേഷമാണ് നിങ്ങൾ കേൾക്കണമെന്ന് അറിയാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക കേട്ടോ. പിന്നെ അടിപൊളി വെടിക്കെട്ടായിരുന്നു. അമ്മാതിരി നല്ല അടിപൊളി വെടിക്കെട്ടെന്ന് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പൂരം ഹലോ കൂട്ടുകാരെ, ഒത്തിരി നാളുകൾക്ക് ശേഷം എൻ്റെ ഓൺ വോയിസ് ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെടിക്കെട്ടാണ് ഇപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.